കർക്കിടക വാവ് ദിനത്തിൽ ജാതിമത ഭേദമന്യേ നാട്ടുകാർ ഒന്നടങ്കം ഒത്തുചേർന്ന് വിപുലമായ വാവ് സദ്യ ഒരുക്കി കരിമ്പുഴ പഞ്ചായത്തിലെ കരിമ്പനവരമ്പ് നിവാസികൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച സദ്യയിൽ ജാതിമത വ്യത്യാസമില്ലാതെ 500ഓളം ആളുകളാണ് പങ്കെടുത്തത്. അൻപത് വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ചായക്കട നടത്തിയിരുന്ന ബക്കർ ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ പേരിൽ തുടങ്ങിയ കഞ്ഞിപ്പകർച്ചയാണ് ഇന്ന് നാടിന്റെ ഒത്തൊരുമയുടെ വലിയ ജനകീയ സദ്യയായി വളർന്നിരിക്കുന്നത്. അന്ന് ബക്കർ ബീരാൻ തന്റെ കടയിൽ ഔലിയ ഉപ്പാപ്പയുടെ പേരിൽ ഒരു ഹുണ്ടിക വയ്ക്കുകയും അതിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് കർക്കിടക വാവ് നാളിൽ പ്രദേശത്തുകാർക്ക് കഞ്ഞി വിതരണം നടത്തുകയുമായിരുന്നു. അരനൂറ്റാണ്ടിനിപ്പുറം ആ പാരമ്പര്യം തെല്ലും ചോരാതെ കാത്തുസൂക്ഷിക്കുകയാണ് ഈ നാട്. നിലവിൽ ഒടുവൻപറമ്പിൽ കുടുംബക്കാരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ വാവ് സദ്യ സംഘടിപ്പിച്ചത്. ആ പെട്ടി കാലക്രമേണ ഈ കുടുംബം, അതായത് ഒടുവൻപറമ്പിൽ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ കൈകളിൽ ആ പെട്ടി എത്തുകയും അവർ സാമ്പത്തികമായി അതിൽ കിട്ടുന്ന പൈസയ്ക്ക് പുറമെ ഇന്നത്തെ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന അവരെ കൈകളിൽ നിന്ന് കാശെടുത്ത് ഇത്രയും വലിയൊരു പരിപാടി, അതായത് ഭക്ഷണം, അന്നദാനം, കർക്കിടക വാവ് ദിവസത്തിൽ അവർ കൊല്ലം തോറും, അതായത് ഈ പെട്ടി കിട്ടിയ കാലം മുതൽക്ക് നേരത്തെ കുഞ്ചേട്ടൻ പറഞ്ഞ ഒരു 50 വർഷത്തിൻ്റെ മുകളിൽ കാലപ്പഴക്കമുണ്ട് ഇതിനെന്നാണ് പറയപ്പെടുന്നത്. ഈ തലമുറയിലുള്ള അവരാണ് ഇപ്പോൾ അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടിയിൽ വരുന്ന പൈസയ്ക്ക് പുറമെ അവരെ കയ്യിൽ നിന്ന് സാമ്പത്തികമായി പൈസ എടുത്തുകൊണ്ട് ഈ നാട്ടുകാർക്ക് മുഴുവൻ, അതായത് അറിയപ്പെടുന്ന വിളിച്ചവരെയും വിളിക്കാത്തവരെയും മുഴുവൻ ഭക്ഷണം അവർ വിതരണം ചെയ്തു വരികയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച സദ്യയിൽ ജാതിമത വ്യത്യാസമില്ലാതെ 500ഓളം ആളുകളാണ് പങ്കെടുത്തത്. നാടിന്റെ സൗഹാർദ്ദവും കൂട്ടായ്മയും വിളിച്ചോതുന്ന അപൂർവമായൊരു പാരമ്പര്യത്തിന്റെ നേർക്കാഴ്ചയായി കരിമ്പനവരമ്പത്തെ ഈ വാവ് സദ്യ മാറി. നിങ്ങളൊരു കാര്യം ചെയ്യും, പെട്ടിയോടെ വെക്കണ്ട, നിങ്ങളവിടെ കൊണ്ടുപോയിട്ട് ഈ പെട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർ എല്ലാവരും സഹകരിച്ചിട്ട് ഒരു കഞ്ഞിക്കുള്ള വകയെന്ന് വെച്ചാൽ കഞ്ഞി, ചോറിനുള്ള വകയാണെങ്കിൽ ചോറ് കൊടുത്താൽ മതി. അത് ഒരു നല്ല ദിവസം നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പെട്ടിയായിട്ട് തിരിച്ചു വന്ന് ലക്ഷ്മി എടുത്തിയായിട്ട് ആലോചിച്ച് അങ്ങനെ വാവ് ദിവസം കൊടുക്കാൻ തീരുമാനിക്കാം. അത് കഴിഞ്ഞ കൊല്ലം മാത്രമേ നടക്കാറുള്ളൂ. അന്ന് ഈ പാലത്തിനപ്പുറം നിപ്പായിരുന്നു. ഈ ഭാഗത്തേക്ക് വണ്ടിയോ ആൾക്കാരോ കൂടാൻ പറ്റാത്തതിന് പേരിൽ കഴിഞ്ഞോളം നടന്നിട്ടുണ്ട്. അതിന് മുമ്പ് തുടർച്ചയായിട്ട് ഈ വാവിന് നടത്താറുണ്ട്. അതിന് ലക്ഷ്മി പോയി അങ്ങനെ ഇപ്പം അവരുടെ പേരമക്കളൊക്കെയാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാ സമുദായക്കാരും, മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഇതുവരെയ്ക്ക് നടന്നത്. ഒരു 50 കൊല്ലം പഴക്കം ഏകദേശം ഈ സംഭവത്തിന് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. 50-60 അടുത്തുണ്ടാവും എന്ന് ആണ് എൻ്റെ ഈ അറിവ്. CCN കടമ്പഴിപ്പുറം.